ഹലോ, അർജുനുമായിട്ടുള്ള ധന്യവർമ്മയുടെ ഇന്റർവ്യൂവിന്റെ രണ്ടാം ഭാഗം വന്നിട്ടുണ്ട്. ഐ ആം വിത്ത് ധന്യവർമ്മ എന്ന ചാനലിൽ. ആ ഇന്റർവ്യൂവിൽ അർജുൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാം ഭാഗത്തെ പറ്റി ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണണമെന്നുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാവുന്നതാണ്. കണ്ടിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അഭ്യർത്ഥിക്കാനുണ്ട്. ഈ വീഡിയോ കാണുന്ന, എൻ്റെ ചാനൽ കാണുന്ന പലരും, അറ്റ്ലീസ്റ്റ് 90% മുകളിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രിപ്ഷന് ചിലവൊന്നുമില്ല, വെറുതെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഞെക്കിയാൽ മാത്രം മതി. അതോടൊപ്പം നോട്ടിഫിക്കേഷനും കൂടി ഓൺ ചെയ്താൽ മതി. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എന്നെപ്പോലുള്ളവർക്കുള്ള മോട്ടിവേഷൻ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്യുക. അങ്ങനെ എന്നെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അർജുൻ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ നമ്മുടെ അനാലിസിസും, നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നതിനെ പറ്റിയും ഉള്ള വീഡിയോ ആണിത്. അതിലേക്ക് കടക്കാം. അതിന്റെ ആദ്യത്തെ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. എന്താ ഡിപ്രഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയത്ത്, കാരണം വാട്സപ്പിൽ ഫോട്ടോ മാറ്റുക അല്ലെങ്കിൽ കരയുന്ന ഇമോജി ഇടുന്നത് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, കരയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ഒരു 4 to 5 months. കാരണം ആ ഒരു ഇമോജി സ്റ്റേജ് ഭയങ്കര വിയേഡാണ്. എല്ലാവരും സെന്റിമെന്റ്സ് നോക്കുന്നു, പക്ഷേ എനിക്ക് തമാശ കാണും, ചിരിക്കാം, കോമഡി കാണാൻ പറ്റും, ചിരിക്കാൻ പറ്റുന്നില്ല, കരയാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച ലൈഫ് സ്റ്റോപ്പ്, നിർത്താം. നമ്മുടെ അടുത്തൊരു മീനച്ചിലാറുണ്ട്, അവിടെ പോയി ഇരുന്നിട്ട് വിചാരിച്ച് നിർത്തിയേക്കാം. കാരണം എനിക്ക് ഫ്യൂച്ചർ നോക്കി പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ വീട്ടിൽ കാര്യമില്ല. അങ്ങനെ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ മമ്മിക്ക് പപ്പയ്ക്ക് ആരുണ്ടെന്നുള്ളത്. ഇതിൽ ഈ ഇന്റർവ്യൂവിൽ ആദ്യം അർജുൻ പറയുന്നത് ഡിപ്രഷനെ പറ്റിയാണ്. താൻ ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ കടന്നുപോയതിനെ പറ്റിയാണ്. നമ്മൾ പല സെലിബ്രിറ്റീസിന്റെയും കാര്യം കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ദീപിക പദുക്കോൺ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, താനും ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ട്, താനും ചില സിനിമകളുടെ സമയത്ത് വളരെ ഹൈ ആയിട്ടുള്ള ഡിപ്രഷനിലൂടെ കടന്നുപോയിരുന്നു എന്ന്. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് പലർക്കും വളരെ നോർമൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നാം. അത് അനുഭവിച്ചവർക്കേ അതിന്റെ പ്രശ്നം മനസ്സിലാകൂ. ഇവിടെ അർജുൻ തന്നെ പറയുന്നുണ്ട്, ചിരിക്കാനോ കരയാനോ കഴിയാത്ത അവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ, ഇനി മുന്നോട്ട് ജീവിതമില്ല, ഇനി തനിക്കൊന്നും ചെയ്യാനില്ല, തന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് തോന്നുന്ന അവസ്ഥ. ഇതൊക്കെയാണ് ഡിപ്രഷന്റെ പ്രശ്നങ്ങൾ. അവിടെ നിന്ന് ഒരാൾ തിരിച്ചു വരിക എന്ന് വെച്ചാൽ വളരെ വളരെ ഹാർഡ് വർക്കും വളരെ ഡിറ്റർമിനേഷനും വളരെയധികം പോസിറ്റീവ് ചിന്തയും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ അർജുൻ പറയുന്നുണ്ട്, ജീവിതം അവസാനിപ്പിക്കാം എന്ന് കരുതി മീനച്ചിലാറിന്റെ കരയിൽ പോയിരുന്ന കഥ. മീനച്ചിലാറിന്റെ കരയിൽ പോയിരുന്ന അയാൾ ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യാനാണ്, ജീവിതം തീർത്തേക്കാമെന്ന്. പക്ഷെ അപ്പോഴാണ് അർജുന് തന്റെ പേരൻസിനെ പറ്റി ഓർമ്മ വന്നത്, മാതാപിതാക്കളുടെ കണ്ടീഷൻ ഓർമ്മ വന്നത്. കാരണം പെങ്ങൾ കല്യാണം കഴിച്ചു പോയി, ഇനി ശേഷം ആരുണ്ട്, അതിനുശേഷം വീട്ടിൽ ആരുണ്ട്? സാധാരണ പെൺകുട്ടികൾ ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കുമല്ലോ സ്റ്റേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും താമസിക്കുക. അപ്പോൾ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരും ഇല്ലാത്ത അവസ്ഥ വരും എന്ന യാഥാർത്ഥ്യം തിരിച്ചു അറിഞ്ഞ് അർജുൻ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് പലർക്കും ഇല്ലാത്തൊരു ചിന്തയാണിത്. അവർ തേപ്പെന്ന് ഇപ്പോൾ മനോഹരമായിട്ട് പറയുന്ന ബ്രേക്കപ്പിന്റെ അവസ്ഥകളിൽ പലരും ജീവിതം അവസാനിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരിൽ പലരും തിരിച്ചറിയുന്നില്ല ഈ തേപ്പ് അഥവാ ബ്രേക്കപ്പ് എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, അതിൽ നമുക്ക് വേദന ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, വളരെയധികം വിഷമം ഉണ്ടാവാം. പക്ഷെ ആ ദിവസവും കടന്നു പോകും എന്നതാണ് സത്യം. പുതിയൊരു ദിവസം വരും, പുതിയൊരു ആൾ വരും, ഇതിലും നല്ലൊരാൾ വരും എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് നിങ്ങൾ കാത്തിരിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ചില ചെറിയ സെറ്റ് ബാക്സിൽ പോലും, ചെറിയ സ്ട്രഗിൾസിൽ പോലും പലരും തളർന്നു പോകുന്ന കാണാം. അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ സ്ട്രഗിൾസിൽ തളർന്നു പോയി കഴിഞ്ഞാൽ, ഇത്തരം ചെറിയ സെറ്റ് ബാക്സിൽ തളർന്നു പോയി കഴിഞ്ഞാൽ, തേപ്പുകളിൽ നിങ്ങൾ മനസ്സ് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഓരോരുത്തരും ഇൻഡിവിജ്വൽസ് ആണ്, ഓരോരുത്തരും സിംഗിൾ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്, ഓരോരുത്തരും ജീവിക്കുന്നത് അവനവന് വേണ്ടി മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ അർജുൻ തിരിച്ചറിഞ്ഞു, താൻ മരിച്ചത് കൊണ്ട് ആർക്കും നേട്ടമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ തൻ്റെ പേരൻസിന്, തൻ്റെ മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് അയാൾ തിരിച്ചു വന്നു, അയാൾ പുതിയൊരു ജീവിതം വെട്ടിപ്പിടിച്ചു എന്നതല്ലേ സത്യം. അയാൾ തിരിച്ചു വന്നത് കൊണ്ടല്ലേ അയാൾ ഇന്ന് അർജുൻ എന്ന പേരിൽ ഇത്രയും ഫാൻസ് ഉള്ള, ഇത്രയും ആരാധകരുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയത്. അയാൾ തിരിച്ചു വന്നത് കൊണ്ടല്ലേ അയാൾക്ക് മറ്റു പലർക്കും വഴികാട്ടിയാവാൻ സാധിക്കുന്നത്. അയാൾ തിരിച്ചു വന്നത് കൊണ്ടല്ലേ അയാളുടെ ഈ സംസാരം നമുക്ക് കേൾക്കാനും നമുക്ക് മോട്ടിവേറ്റഡ് ആവാനും കഴിയുന്നത്. ബാക്കി കൂടെ ഒന്ന് കാണാം.
ഞാൻ നോക്കും കുറേ ആൾക്കാരൊക്കെ വീഡിയോസ് നോക്കിയാൽ, കാരണം എനിക്കിതേ പറ്റുള്ളൂ. ഇതിലും പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പം ബെറ്റർ ഇടുന്ന ആൾക്കാർ സക്സസ് ആയി ഞാൻ കണ്ടു. കാരണം ദൈവം എനിക്ക് ഇത്രേ തന്നിട്ടുള്ളൂ. കുറേ ആൾക്കാർ ഭയങ്കര കുറവുള്ള ആൾക്കാർ ഭയങ്കര സക്സസ് ആയി. കാരണം ഞാനിത് ഈ പേരും പറഞ്ഞ് വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം മോനി വാട രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ആരും എൻ്റെ വീട്ടിലേക്ക് ജീവിതത്തിൽ വരില്ല. ഞാൻ തന്നെ എനിക്ക് വേണ്ടി മെനക്കിട്ട് ഇറങ്ങി വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ കാര്യം റിയലൈസ് ചെയ്തു. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർക്ക് നോക്കി, കുറേ കുറവുള്ള ആൾക്കാരുണ്ട്, അത് പറഞ്ഞ് വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. സോ ഞാൻ തന്നെ എന്നെ മെൻ്റലി പുഷ് ചെയ്ത് എനിക്കിത് പറ്റും. അതെ, ഡിസേബിൾഡ് ആയിട്ടുള്ള എത്രയെത്ര ആൾക്കാർ എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിച്ചു തരുന്നത്. അവർ ഓരോരുത്തരും നമ്മളെ ജീവിതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പഠിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ ഉറക്കമുണരുന്ന ഓരോ ദിവസവും ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ് എന്ന സത്യം നമ്മളിൽ പലരും തിരിച്ചറിയുന്നില്ല. ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുകയാണ് സത്യത്തിൽ. അങ്ങനെ തള്ളി നീക്കുന്നത് തന്നെയാണ് പ്രശ്നം. ഞാനൊരു ബുക്കിൽ വായിച്ചു ഓർക്കുന്നു, ഓരോ ദിവസവും തന്റെ അവസാനത്തെ ദിവസമാണെന്ന് ചിന്തിച്ചു വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ ആകുമ്പോൾ ആ ദിവസം മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, മാക്സിമം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കറിയില്ല നാളെ നമ്മൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന്, നമുക്കറിയില്ല നാളെ നമ്മുടെ പ്രിയപ്പെട്ടവർ എത്ര പേർ നമ്മളോടൊപ്പം എന്നുവരെ ഉണ്ടാവുമെന്ന്, ഒന്നും അറിയില്ല. നമ്മൾ അന്ധമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒരു മനുഷ്യനും അറിയത്തില്ല. ഇതിനെ റിലേറ്റ് ചെയ്തൊരു കഥയുണ്ട്, മഹാഭാരതത്തിലാണെന്ന് തോന്നുന്നു. അതിൽ യുധിഷ്ഠിരൻ രാജാവായിരിക്കുന്ന സമയം ഒരു പ്രജ ഹെൽപ്പിനായിട്ട് വരുന്നുണ്ട്, ഒരു സഹായം അഭ്യർത്ഥിച്ച് വരുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ അയാളെ കേൾക്കുന്നു. അതിനുശേഷം പറയുന്നു, ഓക്കെ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിക്കാം, നാളെ രാവിലെ വരൂ, നാളെ രാവിലെ നമുക്ക് ഇതിനൊരു സമാധാനം ഉണ്ടാക്കാന്ന്. അപ്പോൾ അടുത്തു നിന്നിരുന്ന ഭീമൻ പൊട്ടിച്ചിരിക്കുന്നു. ഇത് കണ്ട് യുധിഷ്ഠിരന് കാര്യം മനസ്സിലാവുന്നില്ല. യുധിഷ്ഠിരൻ ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ ഭീമൻ പറയുന്നു, ചേട്ടൻ കാലനെ തോൽപ്പിച്ചു, ചേട്ടൻ യമ രാജാവിനെ തോൽപ്പിച്ചു, മരണത്തെ തോൽപ്പിച്ചു എന്ന്. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കാരണം താങ്കൾ അയാളോട് പറഞ്ഞു നാളെ രാവിലെ വാ, പ്രശ്നം തീർക്കാമെന്ന്. താങ്കൾക്ക് ഉറപ്പുണ്ട് താങ്കൾ നാളെ രാവിലെ വരെ ജീവിച്ചിരിക്കുമെന്ന്, അതോടൊപ്പം അയാളും രാവിലെ വരെ ജീവിച്ചിരിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട്. അതിനർത്ഥം താങ്കൾ മരണത്തെ തോൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയാണ്, മരണം എന്നത് രംഗബോധമില്ലാത്ത കോമാളിയാണെന്നാണ് പണ്ട് മുതലേ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടേതാണെന്ന് കരുതി ജീവിക്കുക എന്നൊരു സത്യമാണ് അർജുൻ ഇവിടെ പറയാതെ പറയുന്നത്. It's not easy, Arjun. Did this add up to those six? ഞാൻ അവിടെ പറയുന്നത് എനിക്ക് അവിടുത്തെ പ്രശ്നങ്ങളൊന്നും മാറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. ഈവൻ തറ കിടക്കുക അങ്ങനെ എനിക്കത് മാറ്റർ, കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്ന ലോക്കൽ ട്രെയിനിലാണ്, സ്റ്റേഷനിൽ കിടന്നുറങ്ങുക. എനിക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം ഇതിലും വലിയ ഫേസത്തോടെ ഞാൻ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. കാരണം അവിടെ വരുന്ന ഇഷ്യൂസ് ഒക്കെ എനിക്ക് നോക്കും ചെറിയ ഇഷ്യൂസ്, വലിയ മാറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. ഈ 3 മാസം ഞാനിവിടെ എനിക്ക് എൻ്റർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ തമാശ എൻജോയ് ചെയ്യുക, ഡാൻസ് എൻജോയ് ചെയ്യുക, നമ്മളെ ഒരു എൻ്റർടൈൻ ആകുക, അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആകുക, അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ അവിടെ വന്നിട്ട് ഞാൻ എൻജോയ് ചെയ്തു, കോളേജ് ക്യാമ്പസ് വൈബിൽ ഞാൻ എൻജോയ് ചെയ്തു. അതെ, ബിഗ് ബോസ് ഹൗസിൽ 100 ദിവസം നിൽക്കുക എന്ന് വെച്ചാൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. TV ഇല്ല, ഫോണില്ല, അങ്ങനെ യാതൊരുവിധ സാങ്കേതിക വിദ്യകളുമില്ല, പുറം ലോകമായിട്ട് ബന്ധമില്ല. ആകെ കാണുന്ന ആ 20-25 പേരെ മാത്രമാണ്. അങ്ങനെയുള്ളടത്ത് 100 ദിവസം നിൽക്കുക എന്ന് വെച്ചാൽ ഒരു അന്യായ പണി തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ താഴെ കിടക്കേണ്ടി വരും, ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ടാസ്കുകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതിനിടയ്ക്ക് മെന്റൽ സ്ട്രെസ് ഉണ്ടാവും, അതിനിടയ്ക്ക് വഴക്കുണ്ടാവും, വക്കാണം ഉണ്ടാവും, കള്ളത്തരങ്ങളുടെ കൂമ്പാരം ഉണ്ടാവും, കുതന്ത്രങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കടന്നു വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ അർജുനെ സംബന്ധിച്ച് ഇതൊന്നും വലിയ കാര്യമേ അല്ല. കാരണം അയാൾ ഇതിലും വലുത് നേരിട്ടിട്ട് വന്നതാണ്. നമ്മൾ എല്ലാ ബിഗ് ബോസിലും കാണാറുണ്ട് ഓരോരുത്തരും വന്ന് ജീവിത കഥ പറയുന്നത്. എല്ലാവരും കുറെ സെന്റിയൊക്കെ ചേർത്ത് അങ്ങ് ജീവിത കഥ പൊലിപ്പിച്ച് പറയും, കൂടെ കരയുകയും ചെയ്യും. നിന്നുകൊണ്ട് അങ്ങ് കരഞ്ഞ് മെഴുകുന്ന കാണാം. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നതാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. തുടക്കത്തിലൊക്കെ നമുക്കും വിഷമം വന്നിരുന്നു. ഇപ്പോൾ ആൾക്കാർ വന്ന് ജീവിത കഥ പറയുമ്പോൾ ഒരു വിഷമവും നമുക്ക് തോന്നാറില്ല, നമ്മൾ പലർക്കും തോന്നാറില്ല. ചില ലോല ഹൃദയർ അവരുടെ കൂടെ ഇരുന്ന് കരയുന്നുണ്ടാവാം. പക്ഷേ ഈ പറയുന്ന കഥകളെല്ലാം പൊലിപ്പിച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ സീസണിൽ ഒരു മത്സരാർത്ഥി ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥയുടെ കഥ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ പലരും കഥ ഉണ്ടാക്കി പറയുന്നതാണ്. പക്ഷേ അർജുനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ട്രഗിൾസും ഇത്തരം പ്രശ്നങ്ങളും എല്ലാം വളരെ നോർമലാണ്. കാരണം അയാൾ അത് ജീവിതത്തിൽ കണ്ടുവന്നതാണ്. അയാളോട് ഡോക്ടേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഡോക്ടർ തെറ്റായ രീതിയിൽ വരെ പറഞ്ഞു എന്ന് അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഡോക്ടർ പറഞ്ഞു, ആശ്വാസ വാക്കുകളോടൊപ്പം അയാളോട് പറഞ്ഞു, ഇതിന് ക്യൂർ ഇല്ല, ഈ ഇഷ്യൂവിന് മരുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്ന്. അപ്പോൾ അർജുനെ സംബന്ധിച്ച് ബിഗ് ബോസ് ഹൗസിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ആസ്വദിക്കാനുള്ളതാണ്. അയാളെ സംബന്ധിച്ച് അവിടുത്തെ സ്ട്രെസ്സും കാര്യങ്ങളും അയാൾ ഏശത്തില്ല. കാരണം
അയാൾ അത്രയും ആഗ്രഹിച്ച് അത്രയും സ്ട്രഗിൾ ചെയ്തെത്തിയാണ്. അയാളെ സംബന്ധിച്ച് അവിടെ കിട്ടുന്ന ഓരോ നിമിഷവും അയാൾക്കൊരു ബോണസാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ 100 ദിവസം ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ട് കമ്പോസ്ഡ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നത്. കാരണം ഞാൻ അവിടെ ഒരു ഫേക്ക് ആയിട്ട് നിന്നില്ല, അവിടെ ഞാനൊരു വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് നിന്നിട്ട് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ വേറെ ആളായിട്ട് ജനങ്ങൾ കണ്ട അതെനിക്ക് കിട്ടുന്നതല്ല. ബിഗ് ബോസ് ജയിക്കണമെങ്കിൽ എന്തായിരിക്കും വൺ കീ സ്ട്രാറ്റജി ആസ് പെർ അർജുൻ? നമ്മൾ നമ്മളായിട്ട് നിൽക്കുക, അതിൽ കിട്ടുന്ന എന്താണ് അതാണ് ഏറ്റവും. അതെ, പലരും ഫേക്ക് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്, അതൊരു യാഥാർത്ഥ്യമാണ്. അവർ ഫേക്ക്നെസ് വാരിപ്പൂശും. ചിലപ്പോഴെങ്കിലും അവരുടെ ഒറിജിനൽ മുഖം പുറത്തു വരാറുണ്ട്. അതിനെ അവർ മറ്റു പല രീതിയിലും വളച്ചൊടിച്ച് ഇല്ലാതാക്കും. എന്തായാലും ആൾക്കാർ ഫേക്ക് ആണ്, ഒറിജിനൽ സ്വഭാവം പുറത്തു വരാറുണ്ട്. പക്ഷെ അതിനെ പോലും PR ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യും, അല്ലെങ്കിൽ അതൊരു സാധാരണ സംഭവമാക്കി മാറ്റും അവർ. അതാണ് ഇവരുടെ കഴിവ്. കാരണം ഇത്രയും സീസൺ ആയി കഴിഞ്ഞപ്പോൾ ഈ സ്ട്രാറ്റജീസും കാര്യങ്ങളും പഠിച്ച് പുതിയ പുതിയ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈ ജിൻഡോയുടെ കാര്യം എടുത്താൽ, ഇന്നലെ ഒരു റീൽ കണ്ടപ്പോൾ അതിൽ ജിൻഡോയുടെ ഒരു സോഷ്യൽ മീഡിയ ചാനൽ ചോദിക്കുന്നുണ്ട്, പല ഗെറ്റ് ടുഗദറിലും ബിഗ് ബോസ് സീസൺ 1 മുതൽ 6 വരെയുള്ളവരുടെ പല ഗെറ്റ് ടുഗദറും ഈയിടെയായിട്ട് നടക്കുന്നുണ്ട്. മെയിൻലി ബിഗ് ബോസ് സീസൺ 6 ഗെറ്റ് ടുഗദർ പല സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് ചിലതിൽ ജിൻഡോയെ കണ്ടിട്ടുണ്ട്, പലതിലും ജിൻഡോയെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്ന മറുപടി, ഞാൻ ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്ന കണക്ഷൻസ് അവിടെ കഴിഞ്ഞു, ഇപ്പോൾ ഞാൻ ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല, ആരുമായിട്ടും ഫോൺ കോൾ ഇല്ല, ഞാൻ അത് അന്നേ പറഞ്ഞതാണ്, ഇതിനുശേഷം ആരുമായിട്ടും കോണ്ടാക്ട് വെക്കില്ല എന്ന്. ഇത് തികച്ചും പച്ചക്കള്ളം ആണ് എന്നതാണ് സത്യം. കാരണം ഓരോ മത്സരാർത്ഥി പുറത്തു പോകുമ്പോഴും അയാൾ ഗേറ്റിനടുത്ത് എന്ന് പറയുന്നുണ്ടായിരുന്നു, വിളിച്ചെന്ന് വിളിക്കണം കേട്ടോ, ഞാൻ വിളിക്കും, സത്യമായിട്ടും വിളിക്കും. ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, സത്യമായിട്ടും വിളിക്കും. ആ സത്യമായിട്ടും വിളിക്കും എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് കള്ളവാ പറയുന്നത്. കാരണം ഓരോ മത്സരാർത്ഥി പുറത്താകുമ്പോഴും അയാൾ പറയുമായിരുന്നു, വിളിക്കണം കേട്ടോ, ഞാൻ വിളിക്കും, ഞാൻ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ അയാൾ പറയുകയാണ്, ഞാൻ ഒരാളുമായിട്ടും കോണ്ടാക്ട് വെക്കുകയില്ല, അത് അവിടുത്തെ ഷോ ആയിരുന്നു, അത് കഴിഞ്ഞു, കോണ്ടാക്ട് വെക്കേണ്ട കാര്യമില്ല, ഞാനും തിരക്കിലാണ്, അവരും തിരക്കിലാണ്, അതാണ് ഇതാണ്, ആനയാണ് ചേനയാണ് തേങ്ങയാണ് മാങ്ങയാണ്, അതാണ് സംഭവം. അപ്പോൾ അർജുൻ അങ്ങനെയല്ല. അർജുൻ എന്താണോ പുറത്ത് അത് തന്നെയാണ് അകത്ത്, എന്താണോ അകത്ത് അത് തന്നെയാണ് പുറത്ത്. അത് തന്നെയാണ് അയാളുടെ വിജയം. അത് തന്നെയാണ് അയാളെ ഒരു പച്ച മനുഷ്യനായ ഒരു സത്യസന്ധനായ വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അയാൾ എങ്ങനെയാണോ അകത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ മറുപടി കൊടുക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ കള്ളത്തരം പറയുകയാണെങ്കിൽ നമ്മളും അത്ര പൊട്ടന്മാരൊന്നും അല്ലല്ലോ, നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ മനസ്സിലാകും ഇയാൾ ഉണ്ടാക്കി പറയുകയാണ്, ഇയാൾ ജെന്യൂനിറ്റി അഭിനയിക്കുകയാണ്, ഇയാൾ സത്യസന്ധത അഭിനയിക്കുകയാണ്, ഓണസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്തിട്ട് വന്നതാണെന്ന്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്തൊരു വ്യക്തിയാണ് അർജുൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ആവണ്ട, അകത്തൊരാൾ പുറത്ത് മറ്റൊരാൾ എന്ന രീതിയിൽ എനിക്ക് നിൽക്കണ്ട, അതിന് എനിക്ക് താല്പര്യമില്ല. ആ ഒരു ലിങ്കപ്പ് ആൻഡ് ഒരു കോൺട്രവേഴ്സി സറൗണ്ടിങ് ദാറ്റ്, അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ എൻ്റെ ഓഡീഷനിൽ പറഞ്ഞാൽ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന പേഴ്സണാണ് ഞാൻ. കാരണം അറ്റാച്ച്ഡ് ആയ പിന്നെ എനിക്ക് ആ ഒരു ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം ആ ഒരു അറ്റാച്ച് ആകാൻ നോക്കും. എൻ്റെ റിയൽ ലൈഫിലാണെങ്കിലും ബിഗ് ബോസ് ഓഡീഷനിൽ പറഞ്ഞാണ്. പക്ഷേ ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ ഒരു സെർട്ടൻ ടൈം കഴിയുമ്പോൾ വി ഹാഡ് സെയിം കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ്, ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപോലെ. ഇവഞ്ച്വലി എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം കൂടുതൽ ആളുടെ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി. അപ്പോൾ പേഴ്സണാലിറ്റി സെയിം ആണ്. അപ്പോൾ ആ ഒരു 24 hours ആ ഒരു ജേർണിയിൽ നമ്മൾ അതെ, നമ്മളെല്ലാം പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ് ധന്യവർമ്മ ചോദിച്ചത്. ലിങ്കപ്പിനെ പറ്റി ഒരു ഫെല്ലോ കോണ്ടസ്റ്റന്റുമായിട്ട് ഒരു ലിങ്കപ്പ് ഉണ്ടായി, ഒരു കണക്ഷൻ ഉണ്ടായി, അതിനെ പറ്റിയാണ് ചോദിച്ചത്. മറ്റാരുള്ള ശ്രീതു കൃഷ്ണനുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ അർജുൻ്റെത്. അപ്പോൾ അർജുൻ കറക്റ്റ് ആയിട്ടുള്ള മറുപടിയാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരു ഹൗസിൽ, ഒരു വീട്ടിനുള്ളിൽ അടച്ചു മൂടപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല പുറം ലോകവുമായിട്ട്. TV, മൊബൈൽ ഫോൺ, ന്യൂസ് പേപ്പർ, അത്തരം എന്റർടൈൻമെന്റ് മീഡിയ ഒന്നുമില്ല, നമ്മളെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാനൊന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് അറിഞ്ഞോ അറിയാതെയുള്ള ബോണ്ട് മറ്റുള്ളവരുമായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ അത്രയും യാന്ത്രികമായ മനുഷ്യനായിരിക്കണം. നിങ്ങൾ ഒരു ബിഗ് ബോസ് കപ്പ് മാത്രം ടാർഗറ്റ് ചെയ്ത് അത് മാത്രം മനസ്സിലിട്ട് പോകുന്ന ആളായിരിക്കണം. എന്നാൽ പോലും നിങ്ങൾക്ക് ചിലരുമായിട്ട് അറിയാതെ ബോണ്ട് ഉണ്ടാകും. അതൊരു യാഥാർത്ഥ്യം. നമ്മളെല്ലാം പച്ച മനുഷ്യരല്ലേ, മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്തായാലും മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോണ്ടിനെ പറ്റി ചോദിച്ചപ്പോൾ, ശ്രീതുവിനായിട്ടുള്ള ബോണ്ടുമായിട്ടിനെ പറ്റി ചോദിച്ചപ്പോൾ അർജുൻ പറയുന്നുണ്ട്, താനൊരു ഇമോഷണൽ പേഴ്സൺ ആണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ഷൻ ഉണ്ടാവുക സ്വാഭാവികം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫ്രീക്വൻസി മാച്ച് ആവുന്ന ഒരാളുമായിട്ട് താനെ കണക്ഷൻ വരും. അതൊരു സത്യമാണ്, ദാറ്റ് ഇസ് എ ഫാക്ട്. അതൊരു സത്യം മാത്രമാണ്. അത് മാത്രമല്ല, നമ്മളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ, നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ചിന്തകൾ എല്ലാം ഷെയർ ചെയ്യാൻ ഒരാൾ ഇല്ലെങ്കിൽ, നമുക്ക് നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ ഒരാൾ ഇല്ലെങ്കിൽ തല പൊട്ടിത്തെറിച്ചു പോവും.
അല്ലെങ്കിൽ വട്ട് പിടിച്ചു പോകും. ആ അവസ്ഥയാണ് ബിഗ് ബോസ് ഹൗസ്. ബിഗ് ബോസ് ഹൗസ് എന്നുള്ള ഒരു പ്രഷർ കുക്കറാണ്. അത് നമുക്ക് പുറത്തു നിന്ന് കാണുമ്പോൾ എക്സാക്ട്ലി മനസ്സിലാവില്ല, നമുക്ക് ഊഹിക്കാനേ സാധിക്കുള്ളൂ. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു പ്രഷർ കുക്കറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം അടച്ചിരുന്ന് നോക്കൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു കണക്ഷനും ഇല്ലാതെ, TV, മൊബൈൽ ഫോൺ, വാച്ച് തുടങ്ങി ഒന്നുമില്ലാതെ, ന്യൂസ് പേപ്പർ പോലുള്ള ഒന്നുമില്ലാതെ ഒന്ന് അടച്ചിരുന്ന് നോക്കുക, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ബിഗ് ബോസ് ഹൗസിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും. അതോടൊപ്പം ടാസ്കുകളും കാര്യങ്ങളും ചെയ്യണം, തന്ത്രങ്ങൾ മെനയണം, ടീമിനെ സെലക്ട് ചെയ്യണം, അങ്ങനെ പല 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 പരിപാടികളാണ്. അത് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അവിടെ പോയി. പകൽ ഉറങ്ങാനും പറ്റില്ല. പകൽ ഉറക്കം വന്നാൽ അതിന്റെ അപ്പുറം മട്ട് പിടിക്കും. അപ്പോൾ ഈ ലിങ്ക് ഉണ്ടാവുന്ന ഒരു സ്വാഭാവിക കാര്യമാണ്. പക്ഷെ അർജുൻ ഒരിക്കലും ആ ലിങ്കിനെ തന്റെ പേഴ്സണൽ ഗെയിനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അയാൾ ആ മൊമെന്റ്സ് ആസ്വദിക്കുകയായിരുന്നു, ഓരോ സുഹൃത്ത് ബന്ധത്തെ ആസ്വദിക്കുകയായിരുന്നു. സിജോ ഔട്ടായപ്പോഴാണെന്ന് തോന്നുന്നു അയാൾ പറയുന്നുണ്ട്, ഐ വാസ് ലവിങ് ദീസ് മൊമെന്റ്സ്. എനിക്ക് ഈ മൊമെന്റ്സ് നഷ്ടമാകുന്നതിനുള്ള വിഷമമാണ്. ഇവിടെയും ഇന്റർവ്യൂവിൽ അയാൾ പറയുന്നുണ്ട്, ആ മൊമെന്റ്സ് നഷ്ടമാകുമ്പോഴുള്ള വിഷമമാണ് അയാളിൽ കണ്ടത്, അതല്ലാതെ മറ്റൊന്നും അല്ല. ഇവിടെയും ഷീതുമായിട്ടുള്ള ബന്ധത്തിലും അയാൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചില്ല. സ്ട്രാറ്റജി ഉപയോഗിക്കാനായിരുന്നെങ്കിൽ അയാൾക്ക് സിമ്പതി സ്ട്രാറ്റജി കൂളായിട്ട് ഉപയോഗിക്കാമായിരുന്നു. തന്റെ അസുഖം പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു അസുഖമാണ്. അപ്പോൾ ആ അസുഖത്തെ പറ്റി പറഞ്ഞ് വോട്ട് നേടാമായിരുന്നു. ഇതിനു മുമ്പ് പല ബിഗ് ബോസ് സീസണിലും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ സത്യസന്ധമായിട്ട് പെരുമാറിയ ഒരു വ്യക്തിയാണ് അർജുൻ. ചുമ്മാരിക്കാൻ പറ്റില്ല. നമുക്ക് ആ പടം കിട്ടുന്നത് വി ഓൺലി ലീവ് വൺസ്. ഈ കിട്ടുന്ന ഈ വർഷം എനിക്ക് ഈ രൂപത്തിൽ എൻ്റെ അപ്പനമ്മയുടെ മകനെ ഞാൻ ജനിച്ചു. ഈ ഒരു സമയം ഇനി കിട്ടില്ല, അടുത്ത ജന്മം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു ജന്മത്തിൽ ഞാൻ ഇങ്ങനെ ആയി. അപ്പോൾ ഈ ഒരു ജന്മം ഈ ഒരു ടൈം എനിക്ക് വാല്യുബിൾ ആണ്. ആ ടൈം എനിക്ക് കിട്ടുന്ന ടൈമിൽ എനിക്ക് വർക്ക് ഓൺ ചെയ്യുക, എനിക്ക് ബെസ്റ്റ് ഉണ്ടാവുക. എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സിൽ ഞാനായിരിക്കണം ബെസ്റ്റ്. അതെ, യു ഓൺലി ലീവ് വൺസ്, യോലോ എന്ന് ഷോർട്ടായിട്ട് പറയും ഇംഗ്ലീഷിൽ. നിങ്ങൾക്ക് ഒരൊറ്റ ജന്മമേ ഉള്ളൂ. നിങ്ങൾ ഏത് ലെവലിലാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജന്മമേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ജന്മത്തിൽ, ഈ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക. ഞാനൊരു ഇംഗ്ലീഷ് ബുക്കിൽ വായിച്ചിരുന്നു, ലിവ് എവറി ഡേ ആസ് ഇഫ് ദാറ്റ് ഈസ് യുവർ ലാസ്റ്റ് ഡേ. ഓരോ ദിവസവും നിങ്ങളുടെ അവസാനത്തെ ദിവസമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ആകുമ്പോൾ ഓരോ ദിവസവും മാക്സിമം പ്രൊഡക്ടിവിറ്റി, മാക്സിമം ഔട്ട്പുട്ട്, മാക്സിമം പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു തവണ വിജയിക്കുക തന്നെ ചെയ്യും, ഒരിക്കൽ വിജയിക്കുക തന്നെ ചെയ്യും. ദാറ്റ് ഇസ് എ ഫാക്ട്. അതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഓരോ ദിവസവും ആ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ, ഓരോ ദിവസവും മാക്സിമം ഔട്ട്പുട്ട് കൊടുത്താൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തും. അപ്പോൾ അർജുനും അത് തന്നെയാണ് ചെയ്യുന്നത്. അയാൾ ഓരോ ദിവസവും ആസ്വദിക്കുകയാണ്, ഓരോ ദിവസവും മാക്സിമം തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് കാര്യമായിട്ട് അത് ആക്ച്വലി മമ്മിയോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്തുള്ളൂ. ചെയ്യുന്നത് ഞാൻ പറയും. ഞാനൊരു ദിവസം മമ്മിയോട് പറയാതെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. എനിക്ക് ബൈക്ക് പഠിച്ച സമയത്ത് ഞാൻ ഇലയുടെ പൂഞ്ചിറ പോയി, കടയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇലയുടെ പൂഞ്ചിറ പോയിട്ട് പറയാതെ കൊണ്ട് വീണു. അവിടെ ഞാൻ വീണു. അവിടെ എനിക്ക് മനസ്സിലായി മമ്മിയോട് പറയാൻ എന്തെങ്കിലും ചെയ്ത് എനിക്ക് പണി കിട്ടും. അവിടെ മമ്മിയോട് പറയാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ വളർത്തി ഇതുവരെ ആക്കി ഞാൻ ഈ സ്റ്റേജിൽ എത്താൻ കാരണം ആ ഒരു സ്ത്രീയാണ്. അവരില്ലെങ്കിൽ എനിക്ക് ഇതൊരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. ഷുവർ ഞാൻ മാനിഫെസ്റ്റ്, ഞാൻ ഭയങ്കര സ്പിരിച്വലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്പിരിച്വലാണ്. എന്നൊക്കെ റിലീജിയൻ ഒന്നും, ഞാൻ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകും, എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഓരോ സ്ഥലത്ത് പ്രത്യേക ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പള്ളിയിൽ പോയി കുറേ ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരു വേറൊരു അറ്റ്മോസ്ഫിയർ, വേറൊരു പീസ് കിട്ടും. അമ്പലത്തിൽ പോകണ വേറൊരു പീസ് കിട്ടും. സോ വെരി സ്പിരിച്വൽ. മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ലാൽ സാറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ മുറിയിൽ. അത് ഞാനൊരു 3 year ബാക്ക് ഒട്ടിച്ചാണ്. അതോടൊപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോൾ പുള്ളിക്കാരനെ കണ്ടിട്ട് എണീക്കുന്നത്. ഇവരുടെ ലാൽ സാർ, ഇവിടുത്തെ മുഹമ്മദ് അലി. അർജുൻ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ്, പവർ ഓഫ് മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. താൻ എല്ലാ കാര്യങ്ങളും അമ്മയോടാണ് ഷെയർ ചെയ്യുന്നത്, അമ്മയോട് പറയാതെ ഒന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഒരു തവണ അനുഭവം ഉണ്ടായി, ഇലവീഴ പൂഞ്ചിറയിൽ ബൈക്കും എടുത്ത് പോയി മറിഞ്ഞു വീണ് കാലിന് മുറിവ് പറ്റി. അതിനുശേഷം അർജുൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും മാനിഫെസ്റ്റേഷനെ പറ്റി അറിയില്ല എങ്കിൽ, മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിനെപ്പറ്റി കണ്ടിന്യൂസ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി സ്വപ്നം കാണുക എന്നാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, പോളോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ്. ആൽക്കെമിസ്റ്റ് എന്ന ബുക്ക് ബേസിക്കലി പറയുന്നത് ഈ പവർ ഓഫ് മാനിഫെസ്റ്റേഷനെ പറ്റിയാണ്. അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇഫ് യു വാണ്ട് സംതിങ് ഫ്രം യുവർ ഹാർട്ട്, ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ടു ഹെൽപ്പ് യു അച്ചീവ് ഇറ്റ്. നിങ്ങൾ എന്തെങ്കിലും കാര്യം മനസ്സിൽ നിന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നേടിയെടുക്കാൻ ഉള്ള തന്ത്രങ്ങൾ യൂണിവേഴ്സ് മെനയും, അതിനുള്ള സപ്പോർട്ട് പ്രപഞ്ചം ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആരാധ്യനായ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കാണുക, സ്വപ്നത്തിലേക്ക് പരിശ്രമിക്കുക, അത് നേടിയെടുക്കാൻ സാധിക്കും. അദ്ദേഹവും സ്വപ്നം കണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനം വരെ എത്തിയത്. അദ്ദേഹം രാമേശ്വരത്തെ ഒരു ബോട്ടുടമയുടെ മകൻ മാത്രമായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം എയർഫോഴ്സിൽ പൈലറ്റ് ആവാൻ സ്വപ്നം കണ്ടു. എക്സാമും ബോർഡും എല്ലാം ക്ലിയർ ചെയ്തു. പക്ഷെ അദ്ദേഹം ഔട്ടായത് കളർ ബ്ലൈൻഡ്നെസ് എന്നൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ്. മെഡിക്കൽ ടെസ്റ്റിലാണ് അദ്ദേഹം പുറത്തായത്. അതിനുശേഷം
ഇന്ത്യയുടെ സുപ്രീം കമാൻഡറായിട്ട് ഫൈറ്റർ എയർക്രാഫ്റ്റിൽ അദ്ദേഹം VVIP ആയിട്ട് പറക്കുകയും ചെയ്തു. അപ്പോൾ സ്വപ്നം കാണുക, അതിലേക്ക് ശ്രമിക്കുക, അതാണ് ബേസിക്കലി പവർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ സ്വപ്നമുള്ളത് അതിനെപ്പറ്റി തീവ്രമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ കോൺഷ്യസ് മൈൻഡിൽ ചിന്തിക്കുക, അത് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിലേക്കും എത്തപ്പെടും. അത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ അടുത്ത് എത്തിക്കും. അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അർജുൻ തൻ്റെ റൂമിൽ മോഹൻലാലിൻ്റെയും ബോക്സർ മുഹമ്മദ് അലിയുടെയും ഫോട്ടോസാണ് വെച്ചേക്കുന്നത്. അവർ രണ്ടുപേരുമാണ് ഇദ്ദേഹത്തിൻ്റെ ഐഡൽസ്. അതോടൊപ്പം ബുദ്ധൻ്റെയും ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇവരെ കണ്ടുകൊണ്ടാണ് അർജുൻ ഓരോ ദിവസവും ഉണരുന്നത്. താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഈ ചിന്തിക്കുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ചിന്തിക്കരുത്, ആഗ്രഹിക്കുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ആഗ്രഹിക്കരുത്. അത് നിങ്ങൾ നേടിയാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്, അതേ ഫീലിംഗ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരണം. നിങ്ങൾ കണ്ണടച്ച് ആഗ്രഹിക്കുക, കണ്ണടച്ച് ചിന്തിക്കുക. ആ പൊസിഷൻ നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത്, എന്താണോ നേടേണ്ടത് അത് ചിന്തിക്കുക. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവുക, അതേ ഫീലിംഗ് ഈ നിമിഷം നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അർജുൻ്റെ ഈ ഇൻ്റർവ്യൂ, ധന്യവർമ്മ നടത്തിയ ഈ ഇൻ്റർവ്യൂ വളരെയധികം ഇൻസൈറ്റ്സ് ഉള്ള ഇൻ്റർവ്യൂ ആണ്. വളരെയധികം നമുക്ക് പഠിക്കേണ്ട ഇൻ്റർവ്യൂ ആണ്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ഇത് കാണേണ്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, ചെറിയ ചെറിയ സെറ്റ് ബാക്സ് ഉണ്ടാകുമ്പോൾ ഉടനെ കയറി ആത്മഹത്യയിലേക്ക് ചിന്തിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഉടനെ നിങ്ങളുടെ ജീവിതം പോയി, നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും ജീവിതത്തിലേക്ക് മടങ്ങാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ ഓർഗനൈസ് ചെയ്ത, ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത ധന്യവർമ്മയ്ക്ക് നന്ദി.